ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് മെസ്സേജസ് ഫോർ യു. ഇവിടെ ഏഞ്ചൽ മെസ്സേജസ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. നിങ്ങൾക്കത് നടന്ന് കിട്ടുന്നില്ലല്ലോ, അതൊന്നും ശരിയാകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ആയിരിക്കാം, കുട്ടികളുടെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളായിരിക്കാം. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് സങ്കടങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിവൈനിനോട് തന്നെ നിങ്ങൾ പരാതി പറയുന്നുണ്ടാവാം. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാര്യം ഇൻ ദ നിയർ ഫ്യൂച്ചർ നടക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏഞ്ചൽ സന്ദേശം. ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളൊട്ടും സങ്കടപ്പെടേണ്ട. അടുത്ത് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നടന്നു കിട്ടും എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാകാം, നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യമാകാം. നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മറുപടി ആ വ്യക്തിയിൽ നിന്നും കിട്ടുന്നുണ്ടാവില്ല. ഏറെ കാലമായിട്ട് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം, ഒന്നും നടക്കാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ ജോബ്, ചിലപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ജോബ് ഇല്ലാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. ഇനി എന്ത് എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കാം നിങ്ങളുടെ മനസ്സ് മുഴുവൻ. നിങ്ങൾ ഒരുപാട് പ്രേയേഴ്സ് കൊടുക്കുന്നുണ്ട്, വ്രതങ്ങൾ എടുക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾക്കതൊന്നും ശരിയാകുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജാണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അതായത് അടുത്ത് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് നടന്നു കിട്ടും എന്നുള്ളതാണ്. ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഒരു ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഒന്നും ചിലപ്പോൾ ഫൈനാൻസ് ശരിയാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഘടകങ്ങൾ ശരിയാവുന്നുണ്ടാവില്ല. നിങ്ങളാരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല, പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് പോലും വലിയ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫ്യൂച്ചറിൽ നടന്നു കിട്ടും എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ ചില പേർക്ക് ഹെൽത്ത് വൈസ് വളരെയധികം ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒന്നും ശരിയാകാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ കുറച്ചൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടാവാം. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടാവാം ഇതെല്ലാം ശരിയാകും ഒരിക്കൽ എന്ന്. അപ്പോൾ ഡിവൈൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, അടുത്ത് തന്നെ നിങ്ങൾക്കിതെല്ലാം ശരിയായി കിട്ടുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും നടക്കുമെന്നുള്ളൊരു ഡിവൈൻ സന്ദേശമാണ് നിങ്ങൾക്ക് ഇന്ന് കേൾക്കാനുള്ളത്. ഇനി കുറച്ചുകൂടി നമ്മൾക്ക് വിപുലമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചിലപ്പോൾ ചില പേരെങ്കിലും ഇവിടെ ചിത്രത്തിലൊരു വീട് കാണുന്നുണ്ട്. അപ്പം ആ വീട് കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് അവിടെയൊന്നും വീട് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ, അതായത് കരിയറിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഒരു നല്ലൊരു വീട്ടിലേക്ക് മാറണം, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കത് നടന്നു കിട്ടുമെന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യം, കുട്ടികളുടെ പഠന കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവർ പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാത്തത്, ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ആ ഒരു മനസ്സ് വായിച്ചെന്ന പോലെ അവർ പഠിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. കൂടുതലായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഫാമിലി പരമായിട്ടുള്ളൊരു സന്തോഷവും സമാധാനവുമാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഏഞ്ചലിൻ്റെ പ്രസൻസ് വളരെ ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ കപ്പിൾസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കപ്പിളിനെ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചേർന്നിരിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സന്തോഷ സമാധാനവും നിങ്ങളുടെ ഫാമിലിയിൽ കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുട്ടികളുമായിട്ട് യോജിച്ചു പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അവരിൽ നിന്നും ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
അതുപോലെ തന്നെ ഹസ്ബൻഡ് ഓർ വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ, അവർ നിങ്ങളുടെ ഭാരപ്പെടൽ അറിയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും. തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒരുപാട് കാണുന്ന ആൾക്കാരായിരിക്കാം. 333 കാണുന്നുണ്ടാവാം, 111, 1111, ഇതെല്ലാം 444, 1010, ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഏഞ്ചൽ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത്. ശുഭദിനം ആശംസിക്കുന്നു. സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ ദിവസം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞു തുടങ്ങുക. എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഒരിക്കലും മറക്കാതിരിക്കുക.